യാക്കോബ് 5:11. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. യോബിനെക്കുറിച്ച് കേൾക്കാത്തവർ ആരും ഈ ഭൂമിയിലുണ്ടാവില്ല. അത്രമാത്രം ലോകം സംസാരിച്ച ഒരു വ്യക്തിയാണ് യോബ്. തൻ്റെ ജീവിതത്തിൽ താൻ എത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചു, ബഹുമാനിച്ചു, ഭയപ്പെട്ടു എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. യോബിൻ്റെ ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ സഹിഷ്ണുത വർദ്ധിക്കുകയാണ് ചെയ്തത്. കഷ്ടത നിമിത്തം അതൊരിക്കലും നശിച്ചു പോയില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ അന്ത്യം ആദ്യ ഭാഗത്തേക്കാൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. ഇരട്ടി പങ്ക് അനുഗ്രഹം നൽകി മാനിച്ചു യോബിനെ ദൈവം. നമ്മുടെ ജീവിതത്തിലും ദൈവിക അനുഗ്രഹം പ്രാപിപ്പാൻ ഇതൊരു നല്ല ഒറ്റമൂലിയാണ്. സകലത്തിലും ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക. ദൈവം തന്നതല്ലാതെ നമുക്ക് എന്താണുള്ളത്? ദൈവം തന്നതിനെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന് അറിയാം. നാം അതിൽ പിറുപിറുക്കുന്നതിൽ എന്താണ് പ്രയോജനം? നമ്മുടെ ഭാര്യ, ഭർത്താവ്, ജോലി, കുടുംബം, വിദ്യാഭ്യാസം, അനുഗ്രഹങ്ങൾ ഒക്കെ ദൈവം തന്നതാണ്. അതിൽ ദൈവത്തെ സ്തുതിച്ചാൽ അതിനെയൊക്കെ വലിയ അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവത്തിന് സാധിക്കും. റോമർ 5:3 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന്. നമ്മുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധി വർദ്ധിപ്പിക്കുന്നതായ, മൂല്യം വർദ്ധിപ്പിക്കുന്നതായ, ഉയർച്ചയുടെ ചവിട്ടുപടികളായിത്തീരുന്ന സകല കഷ്ടതകൾക്കായും നമുക്ക് നന്ദി പറയാം. നമ്മിൽ സഹിഷ്ണുത വർദ്ധിക്കും തോറും കർത്താവ് നമുക്കായി അനുഗ്രഹത്തിൻ്റെ അളവും വർദ്ധിപ്പിക്കുന്നു. എഫേസ്യർ 2:4 നാം ഇങ്ങനെ വായിക്കുന്നു: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തമെന്ന്. കരുണയിൽ, സ്നേഹത്തിൽ, മനസ്സലിവിലൊക്കെ മഹാസമ്പന്നനായ ദൈവം നമ്മിലേക്കത് പകരുവാൻ ഒട്ടും പിശക്ക് കാണിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരമനുസരിച്ച്, ആവശ്യമനുസരിച്ച് നമ്മിലേക്കത് പകർന്നു നൽകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത സാഹചര്യം എന്തായാലും അത് ദൈവസ്നേഹം കൂടുതൽ രുചിച്ചറിയുവാൻ മുഖാന്തരമാകുന്നതാകുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയാം. യോബിന് നൽകിയതുപോലെ ഇരട്ടി അനുഗ്രഹം നമ്മെയും തേടിയെത്തും. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ താങ്ങുന്ന കരങ്ങൾക്കായി നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.